മൺഡേ കമൻറ്റ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മൺഡേ കമൻറ്റ് ബോക്സിൽ ആദ്യത്തെ കമൻറ്റ് മുരളി അശോക് എന്ന ആളുടെയാണ്. അപ്പോൾ ബ്രോ, ആംപ്ലിഫയർ ഓഫ് ചെയ്യുമ്പോഴും ഈ പ്രോബ്ലം ഉണ്ട്, അത് എങ്ങനെ റിസോൾവ് ചെയ്യും? അതായത് ആംപ്ലിഫയർ ഓൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു വീഡിയോ കൊണ്ട് ചെയ്തായിരുന്നു. കാരണം നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ കൊടുത്തില്ലെങ്കിൽ ഓൺ ചെയ്യുമ്പോൾ ആ സ്പീക്കർ തള്ളി വരുമല്ലോ. ആ സ്റ്റാർട്ടിങ്ങിൽ ആ ചാർജിൽ അത് ഇങ്ങോട്ട് തള്ളി വരുന്നതിൽ ഒരുപാട് സ്പീക്കേഴ്സ് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. ഔട്ട്പുട്ട് എന്താണോ അത് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ അവസ്ഥ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആ വീഡിയോ. അതിൽ നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷനാണ് ആഡ് ചെയ്യുന്നത്. ഒരുവിധം സ്പീക്കർ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ സ്പീക്കർ പ്രൊട്ടക്ഷനും ആ ഡിവൈസിലെ ആംപ്ലിഫയറിൻ്റെ പ്രൊട്ടക്ഷനും കൂടിയാണ്. അതായത് സ്പീക്കറിൻ്റെ ലൈൻ എവിടെയെങ്കിലും ടച്ചായാൽ ഈ സ്പീക്കർക്കാണ് പ്രൊട്ടക്ഷൻ ഓഫ് ആവണം. അതായത് ഇതിനെ ഡിസ്കണക്ട് ചെയ്യണം സ്പീക്കറിനായിട്ട് ആംപ്ലിഫയറിനെ. അതേസമയം ആംപ്ലിഫയറിൽ എന്തെങ്കിലും ഷോർട്ട് വരിക, അങ്ങനെ എന്തെങ്കിലും ഓവർ പവർ എന്തെങ്കിലും പുറത്തേക്ക് വരിക, എന്തെങ്കിലും കാരണം കൊണ്ട് ഷോർട്ട് വരിക, എന്തെങ്കിലും നോർമൽ അല്ലാത്ത ഒരു രീതിയിൽ ആംപ്ലിഫയർ പ്രവർത്തിക്കുകയാണെങ്കിൽ ഉടനെ അത് ഓഫ് ആവണം. അതായത് സ്പീക്കർ ഡിസ്കണക്റ്റ് ആവണം. അങ്ങനെയാണ് യഥാർത്ഥ സ്പീക്കർ പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ചില സ്പീക്കർ പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ സ്റ്റാർട്ടിങ്ങിൽ ആ ഓൺ ആവാനുള്ള ആ ഒരു സോഫ്റ്റ് ഡിലേ കൊടുക്കുന്ന പോലെ തന്നെയാണ് വർക്ക് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഓൺ ചെയ്തൊരു 3 സെക്കൻഡോളം 5 സെക്കൻഡോളം ഒരു ഡിലേ കൊടുത്ത് സ്പീക്കർ ഓൺ ചെയ്യും. അതേസമയം ഓഫ് ചെയ്യുമ്പോൾ എല്ലാം കൂടി ആണ്ട് ഓഫ് ആവുന്നു. പക്ഷേ എല്ലാം കൂടി ആണ്ട് ഓഫ് ആകുമ്പോൾ ആ സൗണ്ട് നമുക്ക് അപകടമല്ല, പക്ഷേ ആ സൗണ്ടും ഒഴിവാക്കണം. നമുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു 3 സെക്കൻഡ് 2 സെക്കൻഡ് ഡിലേയിലാണ് നമ്മളെ പവർ ഓഫ് ആവുക. പവറിലെ കപ്പാസിറ്ററിലൊക്കെ ഫുൾ ചാർജ് ഡിസ്ചാർജ് ആവുക. അപ്പോൾ അത് ഒഴിവാക്കാൻ ഒരു 3 സെക്കൻഡ് ഡിലേൻ്റെ ഉള്ളിൽ, അതായത് മെയിൻ പവർ ഡിസ്ചാർജ് ആയി പോകണം. എന്നിട്ട് ഉള്ളിൽ ഇൻറ്റേർണലി ഓഫ് ആകാൻ പാടുള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഓഫായ ഉടൻ തന്നെ നമ്മളെ സ്പീക്കർ കണക്ഷൻ, സ്പീക്കറിൻ്റെ പ്രൊട്ടക്ഷൻ, നമ്മളെ സ്പീക്കറിനെ ഡിസ്കണക്ട് ചെയ്യണം ആംപ്ലിഫയർ ആയിട്ട്. എന്നാൽ ഈ ടക്ക് എന്നുള്ള സൗണ്ട് വരില്ല, ഓഫായാലും അറിയില്ല, ഓൺ ചെയ്താലും അറിയില്ല, വളരെ സോഫ്റ്റ് ആയിരിക്കും. ആ സർക്യൂട്ടല്ല നമുക്ക് വാങ്ങാൻ കിട്ടുന്ന സ്പീക്കർ പ്രൊട്ടക്ഷൻ എല്ലാം. ചിലത് ഓക്കെ ആണ്, ചിലത് വളരെ മോശമാണ്. അപ്പോൾ അങ്ങനെയുള്ളത് വാങ്ങി സെലക്ട് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു പരിഹാരം. രണ്ടാമത്തെ കമൻറ്റ് ഒരു ഷോർട്സിൽ വന്നാണ്. APC എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ കോമ്പണൻസ് അല്ല കമ്പോണൻറ്റ് എന്നാണ് പറയേണ്ടത്. അതായത് നമ്മൾ ഇപ്പോൾ ഇന്ത്യക്കാരനാണല്ലോ, നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷാണ് പറയുക. അപ്പോൾ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ സ്ലാങ് വേറെയാണ്, യൂറോപ്യൻ ഇംഗ്ലീഷ്, US ഇംഗ്ലീഷ് സ്ലാങ് വേറെയാണ്, UK ഇംഗ്ലീഷ് സ്ലാങ് വേറെയാണ്. അപ്പോൾ അത് പറഞ്ഞ് ശീലിച്ചതും കേട്ട് ശീലിച്ചതും വെച്ചാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടാവുക. ഇനി നമ്മൾ മറ്റൊരു സാഹചര്യത്തിൽ മറ്റൊരു സ്ലാങ് ഉപയോഗിക്കേണ്ട ആവശ്യം വരുമ്പോൾ നമുക്ക് ആ സ്ലാങ്ങിലേക്ക് തന്നെ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങും. അപ്പോൾ ഇതിൽ ചെറിയൊരു കോമഡി ഉണ്ട്. നമുക്ക് എന്താ വെച്ചാൽ യൂട്യൂബിനോട് ചോദിച്ചു നോക്കാം, ഗൂഗിളിൽ ചോദിച്ചു നോക്കാം അത് എങ്ങനെയാണ് നമ്മൾ പറയേണ്ടതെന്ന്. അത് ഞാൻ പറഞ്ഞത് എന്താണ് ഫോൾട്ട് എന്ന്. അതായത് ബ്രിട്ടീഷ് പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കമ്പോണന്റ്. അമേരിക്കൻ പ്രൊണൗൺസിയേഷൻ കമ്പോണന്റ്. കറക്റ്റ്, അദ്ദേഹം പറഞ്ഞത് കറക്റ്റ്. ഇന്ത്യൻ ഇംഗ്ലീഷ് കോമ്പണന്റ്. അപ്പോൾ ഇന്ത്യൻ ഇംഗ്ലീഷാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അമേരിക്കൻ ഇംഗ്ലീഷ്. അങ്ങനെയാണ് ആ വ്യത്യാസം വരുന്ന, സ്ലാങ്ങിൻ്റെ വ്യത്യാസം. ഓരോ കൺട്രികളിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൻ്റെ സ്ലാങ് പ്രൊണൗൺസിയേഷൻ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ അത്ര പരിചയമില്ലാത്ത ആളായതുകൊണ്ടായിരിക്കും അതറിയാതെ ഇംഗ്ലീഷ് വന്നു പോയത്. ഇന്ത്യൻ ഇംഗ്ലീഷ് ആയാലും ഇംഗ്ലീഷ് തന്നെയാണല്ലോ, കാര്യങ്ങൾ മനസ്സിലാവുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. അത് അത്രയും ശ്രദ്ധിച്ചതിന് വളരെ സന്തോഷം. അത്രയും ശ്രദ്ധിച്ച് കേൾക്കാതെ ആ പ്രൊണൗൺസിയേഷൻ മനസ്സിലാവില്ലല്ലോ. വെരി ഗുഡ്. അടുത്ത നമ്മുടെ FLAC ഓഡിയോ ഫയൽ പ്ലേയിങ് വയ ബ്ലൂടൂത്ത് എന്ന വീഡിയോയിൽ വന്നാണ്. ഈ ILS TALS 1M എന്താണെന്ന് എനിക്ക് പിടിയില്ല, ഞാൻ അതങ്ങനെ വായിച്ചിട്ടുണ്ട്. ചാനൽ നെയിമാണ്. അപ്പോൾ ഇങ്ങനത്തെ ബ്ലൂടൂത്തിൽ FM വർക്ക് ചെയ്യുന്നില്ല, കാരണം പറയാമോ? അപ്പോൾ അങ്ങനത്തെ ബ്ലൂടൂത്ത് എന്ന് ഉദ്ദേശിച്ചത് നമ്മളെ ഇതുപോലെയുള്ള പാനലിനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാധാരണ G-Star ഏത് പാനലായാലും ശരി, അതിനകത്ത് ബ്ലൂടൂത്ത് ആ പാനലിൽ FM വർക്ക് ചെയ്യുന്നില്ല ചിലർക്ക്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനകത്ത് ആൻറ്റിന കറക്റ്റായിട്ട് കൊടുക്കണം, എന്നാലേ FM കിട്ടുള്ളൂ. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, അതിനകത്ത് ഈ ചില SMBS സപ്ലൈ ചാർജറിൻ്റെ കണക്ഷൻ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ FM കിട്ടില്ല. കാരണം ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ്ങിലാണ് ആ പവർ സപ്ലൈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിനെ വല്ലാതെ ബാധിക്കുന്നതുകൊണ്ട് ആ ട്യൂണിങ്ങും സ്റ്റേഷനൊന്നും ട്യൂണാവില്ല. അതിന് ഒരുപാട് ശാസ്ത്രീയ വശങ്ങളുണ്ട്. അപ്പോൾ അത് പറയാത്ത നല്ലത്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമർ സപ്ലൈ അല്ലെങ്കിൽ ബാറ്ററി സപ്ലൈ അല്ലെങ്കിൽ വളരെ കറക്റ്റായിട്ടുള്ള നല്ലൊരു വെറൈറ്റി വില കൂടിയ നല്ല ബ്രാൻഡഡ് SMBS ഉപയോഗിക്കുക. നല്ല ബ്രാൻഡഡ് SMBSൽ FM കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക നിങ്ങൾ ഉപയോഗിച്ച സപ്ലൈ ഏതാണ്. അപ്പോൾ അതന്നെ ആയിരിക്കാം കാരണം. അതല്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. അടുത്ത കമൻറ്റ് ജോസുകുട്ടി ആൻ്റണി എന്ന ആളുടെയാണ്. ഒരു അസംബിൾഡ് 2 ചാനൽ 4440 IC ആംപ്ലിഫയറിൽ സബ്വൂഫർ കണക്ഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ കയ്യിൽ JBL സബ്വൂഫർ വിത്ത് ആംപ്ലിഫയർ ഉണ്ട്. പ്ലീസ് റിപ്ലൈ പ്ലീസ്.
ഒരു അസംബിൾഡ് 2 ചാനൽ 4440 ആംപ്ലിഫയർ IC എന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് 2 ചാനലിൻ്റെ ഇൻപുട്ട് ഉണ്ടാവും. എങ്ങനെ ഒക്കെ വന്നാലും ശരി ആ 4440 ICയുടെ പവർ ബോർഡ് ഔട്ട്പുട്ട് ബോർഡിൽ 2 ഇൻപുട്ട് ഉണ്ടാവും. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻപുട്ട് ആൻഡ് ഗ്രൗണ്ട്. അപ്പോൾ ആ ഇൻപുട്ടിൽ നിന്ന് എടുക്കരുത്. കാരണം അത് ബേസ് ട്രബിളിലേക്ക് കൺട്രോളിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കാം ആ ഏരിയയിൽ എത്തുന്നത്. ബേസ് ട്രബിളിലേക്ക് കയറിനോടത്ത് ഇതിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് ഓവർ സ്വിച്ച് ഉണ്ടാവും എന്നായിരിക്കാം. ഇതുപോലെ ഒരു പാനലും ഉണ്ട്, ഒരു എക്സ്റ്റേണൽ ഓക്സ് ഇൻപുട്ടുള്ള ടൈപ്പ് ആംപ്ലിഫയർ ആണെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് ഏത് നമ്മളെ ടോൺ ബോർഡിലേക്ക് കയറും, ബേസ് ട്രബിൾ ബോർഡിലേക്ക് കയറും. ആ കയറുന്ന ആ പോയിന്റിൽ നിന്ന് എടുക്കുക നമ്മളെ സബ്വൂഫർ ഫിൽറ്ററിലേക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള ലൈന്. എന്നിട്ട് ആ ഫിൽട്ടർ ചെയ്ത ഔട്ട്പുട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോമർ എക്സ്റ്റേണൽ വെച്ചിട്ട് ഒരു പവർ ബോർഡ് കയറ്റി സബ്വൂഫർ ചെയ്യാം, ആംപ് ചെയ്യാം, അല്ലെങ്കിൽ ആക്റ്റീവ് സബ്വൂഫറിലേക്ക് കണക്ട് ചെയ്യാം. അടുത്ത കമൻറ്റ് അരുൺ P. ആൻ്റണി എന്ന ആളുടെയാണ്. ബോർഡിൽ നിന്ന് വോളിയം കൺട്രോൾ വയർ വരുന്നത് ബ്ലാക്ക്, റെഡ്, ബ്രൗൺ, ഇതിൽ ഏതാണ് ഇൻ ആൻഡ് ഔട്ട്? ഭയങ്കര ഒരു പ്രശ്നമാണ്. പലരും അങ്ങനെ കളർ കോഡ് വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്. ഈ റെഡ് വയർ ഞാൻ എവിടെയാണ് കൊടുക്കേണ്ടത്, ഈ ബ്ലാക്ക് വയർ ഞാൻ എവിടെയാണ് കൊടുക്കേണ്ടത്, ഈ ബ്രൗൺ വയർ എവിടെയാണ് കൊടുക്കേണ്ടത്? അപ്പോൾ അവിടെയൊക്കെ അങ്ങനെ പ്രശ്നം വരുന്നത് വെച്ചാൽ ഇതിപ്പോൾ ഒരു ആംപ്ലിഫയർ നമ്മളെ 5200 ബോർഡാണ്. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു യെല്ലോവും ഗ്രീനും കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് സ്പീക്കർ ഔട്ടായിട്ടാണ് കൊടുത്തുള്ളത്. അതിൽ ഞാൻ യെല്ലോ വയർ കൊടുത്തിട്ടുള്ളത് സ്പീക്കർ ഔട്ടിൻ്റെ പോസിറ്റീവും, ഗ്രീൻ വയർ ഗ്രൗണ്ടുമാണ്. അതേസമയം ഇതിപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടാവുക ചിലപ്പോൾ റെഡ് ആൻഡ് ബ്ലാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ വയലറ്റും ബ്ലൂ ആയിരിക്കും. അപ്പോൾ അത് ഏതാണോ കൊടുക്കുന്നത് ആ വയറിൻ്റെ കളർ അനുസരിച്ചിട്ട് നമുക്ക് അത്ര കൃത്യമായിട്ട് നമുക്ക് തീരുമാനിക്കാനില്ല. നമ്മൾ ആ ബോർഡുമ്മൽ നോക്കണം അത് ഏതാണ് അതിൽ കൊടുത്തുള്ളത്. അത് ഈ ഇൻപുട്ട് ആ മാർക്ക് എന്തെങ്കിലും തരത്തിൽ ആ ബോർഡുമ്മലുണ്ടാവും. ഓക്കെ, അവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ആ മഞ്ഞ വയർ ഇറങ്ങുന്നിടത്ത് നിങ്ങൾക്ക് എന്തൊക്കെ എഴുതിയെന്ന് കാണാം. ചില ബോർഡുകളിൽ അത് ഉണ്ടാവില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്നാലും നമ്മൾ സർക്യൂട്ട് എങ്ങനെയെങ്കിലും ട്രേസ് ചെയ്തിട്ട് ആ ഇൻപുട്ട് കണ്ടെത്തിയിട്ട് ആ ഇൻപുട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഔട്ടും ഏതൊക്കെയാ വെച്ചാൽ അതെടുത്തിട്ട്, അല്ലാതെ നമുക്ക് വയർ കളർ വെച്ച് മാത്രം മനസ്സിലാക്കാനില്ല. 90% റെഡ് ആൻഡ് ബ്ലാക്ക് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് നമ്മൾ കോമൺ ബോർഡുകളിൽ വരുന്നുണ്ട്. അതല്ലാത്ത വയർ കോഡുകളൊന്നും പറയാൻ പറ്റില്ല. ആരെങ്കിലും മാറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ കളർ കോഡ് മാറിയിട്ടുണ്ടാവും. വയർ ഉദ്ദേശിച്ചിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനില്ല ചില ഡിവൈസുകളിൽ. ശരിക്ക് ബോർഡുമ്പോൾ തന്നെ ട്രേസ് ചെയ്തെടുക്കണം. അടുത്ത കമൻറ്റ് അനന്തു PR എന്ന ആളുടെയാണ്. ബ്രോ, ഇംപഡൻസ് മാച്ച് ചെയ്യാൻ ബഫർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നു. ആ ബഫർ സർക്യൂട്ട് വോളിയം കൺട്രോളിന് മുൻപാണോ വോളിയം കൺട്രോൾ കഴിഞ്ഞാണോ കൊടുക്കേണ്ടത്? എവിടെ കൊടുക്കുന്നതാണ് ശരിയായ രീതി? 2 രീതിയിലും കണക്ട് ചെയ്യാം. പക്ഷേ നല്ല സിമ്പിളായിട്ടുള്ള രീതി പറയാം. നിങ്ങൾ നേരെ പവർ ബോർഡിൻ്റെ അതായത് വോളിയം കൺട്രോളിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കുക. നിങ്ങളുടെ വോളിയം കൺട്രോളിൻ്റെ ഔട്ട്പുട്ട് നേരെ പവർ ബോർഡിലേക്ക്, പവർ ആംപ്ലിഫയറിൻ്റെ ബോർഡിലേക്കാണ് കയറുന്നതെങ്കിൽ ആ ലൈനിൽ കൊടുക്കുക ബഫർ ബോർഡ്. അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ മറ്റ് കോംപ്ലിക്കേഷൻസൊക്കെ നമുക്ക് മറ്റ് ആ ബഫർ സർക്യൂട്ട് ഡിഫൈൻ ചെയ്യുന്ന വീഡിയോ ഉണ്ട്, അതിൽ പറയാം. അടുത്തത് എനിക്ക് എല്ലാവരോടും ചോദിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. അതായത് BT പ്രിയാമ്പിൽ വന്ന വീഡിയോയിൽ വന്ന കമൻറ്റാണ്. ബേസ് ബ്ലാസ്റ്റർ എന്നാണ് ചോദിച്ച ആളുടെ ചാനലിൻ്റെ പേര്. ബ്രോ, എൻ്റെ കയ്യിൽ ഒരു റിമോട്ട് കൺട്രോൾ കാറുണ്ട്, പക്ഷേ അതിൻ്റെ റിമോട്ട് ഇല്ല. നമുക്ക് അതിന് പറ്റുന്ന റിമോട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു തുടക്കക്കാർ ഇലക്ട്രോണിക്സ് ബിഗിനേഴ്സിന് പറ്റിയത് ഇങ്ങനത്തെ സർക്യൂട്ടുകൾ ചെയ്ത് പഠിക്കാറുണ്ട് ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് എല്ലാവരും പറഞ്ഞു അങ്ങനെയുള്ള വീഡിയോ താല്പര്യമുണ്ടെന്ന്. അപ്പോൾ ഇതിൽ ഈ ടൈപ്പ് വീഡിയോ, ഇതിൻ്റെയൊക്കെ വീഡിയോ, ഈ റിമോട്ട് കൺട്രോൾ കാറിൻ്റെ അതിൻ്റെ ആ റിമോട്ടിൻ്റെ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ അതുപോലത്തെ ചെറിയ ചെറിയ സിമ്പിൾ സർക്യൂട്ടുകളാണ്, വളരെ രസകരമായ സർക്യൂട്ടുകളാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നമ്മൾ മറ്റ് ഭാഷാ ചാനൽസ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ ചാനലിൽ ടെക്നിക്കൽ റിപ്പയറിംഗ് വീഡിയോസ് ഇട്ടാലും മറ്റങ്ങനത്തെ ഈ ഒരു വ്യത്യസ്ത കണ്ടൻറ് ഇടുമ്പോൾ വ്യൂസ് വളരെ കുറവാണ്. അപ്പോൾ ആ കാരണം കൊണ്ട് ഒരുപാട് ആൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള നിലക്കാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത്. ശരിക്കും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ് പുതിയ സർക്യൂട്ട് ചെയ്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. കാരണം ഒരു സർക്യൂട്ട് തന്നെ നമുക്ക് 1000 ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കാം. അങ്ങനത്തെ സർക്യൂട്ടുകളാണ് ആ പറഞ്ഞ ആ സിമ്പിൾ സർക്യൂട്ടുകൾ. അപ്പോൾ അതിൽ വരുന്ന ഒന്നാണ് ഈ റിമോട്ട് കൺട്രോൾ സർക്യൂട്ട്. RC റിമോട്ട് കൺട്രോൾ, RF ടൈപ്പ് വരുന്നുണ്ട്, അങ്ങനെ പല ടൈപ്പിൽ റിമോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിച്ചാൽ നമുക്ക് അങ്ങനത്തെ വൈഡ് സർക്യൂട്ട്സ് ഐഡിയാസ്, അതായത് ബിൽഡിംഗ് സർക്യൂട്ട്, DIY സർക്യൂട്ട്, ഒരു 25-30 രൂപ പോലും ചിലവില്ലാതെ അടിപൊളി സംഭവങ്ങൾ ഉണ്ടാകാം. അങ്ങനത്തെ സർക്യൂട്ടുകൾ ചെയ്യാം. അത് നിങ്ങളുടെ ആവശ്യമില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് കൂടുതൽ ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. അടുത്ത പുരുഷോത്തമൻ A എന്ന ആളുടെയാണ് കമൻറ്റ്. ഇങ്ങനെയുള്ളവ യൂസ്ഡ് ആവശ്യമുണ്ട്, എവിടെ കിട്ടും? OLS നോക്കി അത്ര താല്പര്യമില്ല. അപ്പോൾ OLS നോക്കി താല്പര്യമില്ല എന്ന് പറയാൻ കാരണം അത് ഒന്നുകിൽ അത് അത്ര കണ്ടീഷനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തോ അഡ്ജസ്റ്റ് ചെയ്ത് വിൽക്കാൻ വെച്ച ടൈപ്പ് എന്താ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ നല്ല സെല്ലേഴ്സ് ഉണ്ട് OLXലും. നമ്മളെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസില്ലേ, അതിലൊക്കെ ഒന്ന് പോയി നോക്കുക. നിങ്ങൾക്ക് അങ്ങനത്തെ നല്ല കണ്ടീഷൻ സാധനങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ നല്ല കണ്ടീഷൻ സാധനങ്ങളുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ OLXനായിട്ടും നല്ല കണ്ടീഷനും നല്ല വൃത്തിയുള്ള സാധനങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ കിട്ടണ്ടായി.
ഞാൻ മുമ്പ് ടവർ ചെയ്ത് ആ സോണി ടവർ ചെയ്തതിന് വേണ്ടിയിട്ട് വാങ്ങിയ എൻ്റെ കമ്പനി സോണി ബോക്സുകളൊക്കെ വളരെ വൃത്തിയായിട്ടായിരിക്കുന്നത്. ഇത്തിരി കംപ്ലൈൻറ്റ് വന്നെങ്കിലും വൃത്തി, നല്ല വൃത്തിയുണ്ട്. ആ ഡിവൈസൊക്കെ നല്ല, സ്പീക്കറൊക്കെ ടോപ്പാണ്. ഞങ്ങൾ അതിൻ്റെ വർക്കിംഗ് കണ്ടതാണല്ലോ. അപ്പോൾ നല്ല സാധനം അതിൽ കിട്ടാനുണ്ട്, അതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും കമൻസാണ് ഇന്നത്തെ വീഡിയോയിൽ വായിച്ചത്. അപ്പോൾ ഇനി നമ്മളെ കോഴ്സിൻ്റെ വീഡിയോയിൽ നമ്മളൊരു സേഫ്റ്റി ടിപ്സ് എന്ന് പറഞ്ഞത് 3ാമത്തെ ടിപ്പ് അപ്ലോഡ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ അത് മെനയാന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിൽ ആ വാട്സപ്പ് നമ്പർ ഞാനിപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തെങ്കിലും ആവശ്യങ്ങൾ വ്യത്യസ്തമായിട്ട്, അതായത് അതിൽ ചെയ്തതിൽ എന്തെങ്കിലും ഇനി ഈ രീതിയിൽ നിങ്ങൾക്ക് അറിഞ്ഞാൽ കൂടുതൽ സിമ്പിളായി മനസ്സിലാവുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ കമൻറ്റിൽ അതായത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഫ്യൂച്ചർ വീഡിയോസ് ആ മോഡലിലാക്കാം. വാങ്ങാത്തവർ തീർച്ചയായിട്ടും വാങ്ങുക. കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്, വീഡിയോ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്, ബൈ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്, എല്ലാം ഉണ്ട്, പോയി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അടിച്ച് ഓൾ ബട്ടൺ അമർത്തുക, അല്ലെങ്കിൽ അടുത്ത വീഡിയോ കിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.